ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ പുതിയതായിട്ട് ഒരു വീട് വെക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ടെമ്പററി കണക്ഷൻ നമ്മൾ എടുത്തിരിക്കണം. ടെമ്പററി കണക്ഷൻ നമ്മൾ എടുക്കണമെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ചുമര് പോലെ കെട്ടിയതിന് ശേഷം അത് മഴ നനയാത്ത രീതിയിൽ ഒരു ചെറിയൊരു ഷീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ടെമ്പററി ബോർഡ് അതിൻ്റെ അകത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ സർവീസുകാർ നേരിട്ട് വരുന്നത് നമ്മുടെ KCBയുടെ മീറ്ററിലേക്കാണ് വരുന്നത്. ആ മീറ്ററിലേക്ക് വരുന്നത് സിംഗിൾ ഫേസ് ആണ് വരുന്നത്. ഇപ്പോൾ വരുന്നത് ഫേസ് ന്യൂട്രും വന്നു. അതിന് ശേഷം ഫേസ് ന്യൂട്രും ഔട്ട് വന്നതിന് ശേഷം നേരെ ഫേസ് വരുന്നത് 32 ആംസ് വരുന്ന ഒരു ഫ്യൂസ് യൂണിറ്റിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫേസ് കൊടുത്ത പോലെ തന്നെ നേരെ അടുത്ത് വരുന്ന ന്യൂട്രൽ ലിങ്കിലേക്കാണ് വരുന്നത്. ഈ ഫേസിന് സെപ്പറേറ്റ് ഫ്യൂസ് കൊടുത്തു, അതുപോലെ ന്യൂട്രൽ സെപ്പറേറ്റ് ന്യൂട്രലിലേക്ക് കൊടുത്തു. അതിൽ നിന്ന് നേരെ വരുന്നത് പിന്നെ നമ്മുടെ അടുത്ത സെക്ഷനായിട്ടുള്ള ഈ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. 40 ആംപിയർ വരുന്ന 2 പോൾ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്ററിലേക്ക് ഫേസ് ന്യൂട്രും വരുന്നു. ഈ ഫേസ് ന്യൂട്രും അതിൻ്റെ ഔട്ട് വന്നത് നേരെ RCCBയിലേക്കാണ് വരുന്നത്. 40 ആംപിയർ തന്നെ RCCBയിലേക്കാണ് വരുന്നത്. ഇതാണ് മെയിൻ ഘടകം. കാരണം നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കും വീടിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് വയറ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വെള്ളത്തിൽ വീഴുകയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രിപ്പായില്ലെങ്കിൽ നമുക്ക് അപകടങ്ങൾ വളരെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ ELCB കൊടുത്തിരിക്കണം. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ടെമ്പററി ബോർഡിൽ ELCB മസ്റ്റായിട്ട് നമ്മൾ വെക്കുന്നത്. കാരണം അപകടങ്ങൾ മാക്സിമം നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി വീട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരും ശ്രദ്ധ ചിലപ്പോൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ വെള്ളത്തിലേക്കായിരിക്കും വയറ് കിടക്കുന്നത്. ഈ വയറ് വെള്ളം എർത്ത് പിടിക്കാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഔട്ട് വരുന്നത് നമ്മുടെ അടുത്ത ആവശ്യങ്ങൾക്കുള്ള പവർ പ്ലഗ്, അതുപോലെ തന്നെ മോട്ടറിൻ്റെ സ്വിച്ച്, ഈ സെക്ഷനുകളിലേക്കാണ് നമ്മുടെ RCCBയുടെ ഔട്ട് പോകുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന DP സ്വിച്ച് കൊടുത്തിരിക്കുന്നത് മോട്ടറിന് വേണ്ടിയിട്ടാണ്. മെയിൻ ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് പണിയുന്ന സമയത്ത് വെള്ളം കാര്യങ്ങൾക്ക് അത്യാവശ്യമായതുകൊണ്ട് മോട്ടറിന് സെപ്പറേറ്റ് കണക്ഷൻ തന്നെയാണ് ഇതിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. ഒരു DP ഹൈ ആംപിയർ DP 32 ആംസ് DP ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. പവർ പ്ലഗ് നമുക്ക് മസ്റ്റാണ്. കാരണം അതുപോലെ തന്നെ നോർമൽ പ്ലഗ് മസ്റ്റായിട്ടും പിന്നെ ഒരു ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു കറണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്വിച്ച് കൂടി കൊടുത്ത് ഒരു ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. പവർ പ്ലഗ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ വർക്ക്, അതുപോലെ തന്നെ ഹൈ ആംപിയർ വരുന്ന വർക്കുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വെൽഡിങ്ങിൻ്റെ വർക്കുകൾ, ഡ്രസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വേണ്ടി പവർ പ്ലഗ് അത്യാവശ്യമായിരിക്കും. പിന്നെ എർത്ത് മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ബോഡിയും എർത്ത് ചെയ്തിരിക്കണം. അതുതന്നെ പവർ പ്ലഗുകൾ നമ്മൾ എർത്ത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. 2 എർത്ത്, അതായത് ടെമ്പററി ബോർഡിൻ്റെ സൈഡ് നമ്മൾ എർത്ത് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പ്ലഗിൻ്റെ എർത്ത് പോയിന്റിൽ നിന്നും വരുന്ന എർത്തും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം, അതുപോലെ നോർമൽ പ്ലഗ് സോക്കറ്റിൽ വരുന്ന എർത്തും സെപ്പറേറ്റ് ചെയ്ത് എർത്ത് പക്കയായിട്ട് കോപ്പർ വയർ കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം താഴെ ഭൂമിയിൽ എർത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൈപ്പ് കാര്യങ്ങൾ റാഡ് കൊടുത്തതിന് ശേഷം എർത്ത് പക്കയായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. കാരണം ടെമ്പററി ബോർഡ് നമ്മൾ വളരെ സൂക്ഷ്മ രീതിയിൽ തന്നെ ചെയ്യണം. ടെമ്പററി ബോർഡ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തിരിക്കണം. കാരണം ഒരുപാട് ആളുകൾ, പല രീതിയിലുള്ള ആളുകൾ വന്ന് അറിയാത്ത വ്യക്തികളും ചിലപ്പോൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അപ്പോൾ തന്നെ ട്രിപ്പാവുന്ന രീതിയിൽ വേണം, വളരെ കെയർഫുള്ളായിട്ട് തന്നെ വേണം ടെമ്പററി ബോർഡ് നമ്മൾ കൊടുക്കാനായിട്ട്. വെള്ളത്തിലോ വയറോ കാര്യങ്ങളൊക്കെ കിടന്നാൽ അപകടങ്ങൾ വളരെ രീതിയിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഒഴിവാക്കാം. അതിന് വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നമ്മൾ ELCB കൊടുത്തിരിക്കണം. ELCB അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലായിരിക്കണം ടെമ്പററി ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതും ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.